വെക്കേഷനൊക്കെ അല്ലേ അപ്പൊ ഒന്ന് കരുതി നേരെ ഉമ്മാന്റെ വീട്ടിൽ പോയാലോ. പിന്നെ ഒന്ന് നോക്കിയാ നേരെ ബസ് പിടിച്ചു ഉമ്മാന്റെ വീട്ടിൽ ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴും മാമാന്റെ കുട്ടി ഗൈസ് നിങ്ങളിപ്പോ കരുതണ്ടാവും ഇവിടെ എന്താന്ന് ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന സ്ഥലമായിട്ടില്ലേ ഡബ്ബറത്തോട്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും ഓടിയിരുന്നു കേട്ടോ. എന്താ നോക്കുമ്പോ ഓർക്കാ പോലെ പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മളെ പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിടൂ. ഇത് പിന്നെ ഉപ്പും മുളകും അതൊക്കെ റെഡിയാക്കി. പിന്നെ ഒന്ന് ചെറുതായിട്ട് മിനിക്കുവാണികളൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ഓ ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ഞാനോ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓ പുളിച്ചിട്ട് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ കുറച്ചപ്പുറത്തൊരു പാറ ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ അവിടെ ഒന്ന് കാണാൻ പോയി ഫോട്ടോ എടുക്കാൻ. എൻ്റെ വേറൊരു കസിനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളുകളാണ് ഒരുമിച്ച് പോയേ. അപ്പൊ അവിടെ ചെന്നപ്പോ നല്ല വ്യൂവും കാര്യങ്ങള്, നല്ല വെയിലും നല്ല ഫോട്ടോസും എടുക്കാൻ പറ്റിയിട്ടോ. ഇതൊന്നല്ല, അവിടെ ഒരു കുളം പോലെ ഒരു സംഭവം ഉണ്ട്, ഇപ്പൊ വറ്റിയിട്ട് കിടക്കണേട്ടോ. അപ്പൊ നിങ്ങളെ ഒന്ന് കണ്ടു നോക്കിയേ. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ചുടുകാട് എന്നൊക്കെ പറയുന്ന സ്ഥലമാത്രേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഒരു കുളം തന്നെ ശരിക്കും പറഞ്ഞ. ഇതിൽ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴി പിന്നെ ഇതേ പോകുമ്പോഴേ വല്ല പാമ്പിനെ ചവിട്ടാൻ ചാൻസ് ഇതില്ലാതില്ല. അപ്പോ നോക്കിങ്ങാണ്ടൊക്കെ ചവിട്ടി നടക്കുക.